ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഓഫീസിലേക്ക് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ മാർച്ചിൽ വലിയ സംഘർഷമുണ്ടായി. BJP നേരത്തെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. MLA ഓഫീസിനകത്ത് കയറിയ പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്ന സ്ഥിതിയുമുണ്ടായി. സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും മുദ്രാവാക്യങ്ങളുമായി BJP പ്രവർത്തകരടക്കം അവിടെ തുടരുകയാണ്. പ്രതിഷേധം ശക്തമായി തുടരുമ്പോൾ അനന്തൻ, ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് നേരിട്ട് തന്നെ അറസ്റ്റ് എന്ന നിലയിലേക്കാണോ? MLA ആണ്, അതിൻ്റെതായ എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങളുണ്ടോ? സ്പീക്കറെ അറിയിക്കുക, തുടർന്ന് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുക തുടങ്ങിയ അത്തരം നടപടികളിലൂടെയാണോ പോകാൻ സാധ്യത? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആണ്. പക്ഷേ അതിൻ്റെ ഇമ്മ്യൂണിറ്റി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല. കാരണം നിയമസഭ നടക്കുകയാണെങ്കിൽ നിയമസഭാ സമ്മേളനം ചേരുന്ന സമയത്ത് മാത്രമേ ഒരു MLA അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രൊസീഡിങ്സിന് സ്പീക്കറുടെ അനുമതി തേടേണ്ടതുള്ളൂ, കേസെടുക്കുന്നതിനും മറ്റുമൊക്കെ. എന്നാൽ ഇപ്പോൾ നിയമസഭ ചേരാത്ത സമയമായതുകൊണ്ട് അത്തരം പ്രൊസീഡിങ്സ് ഇല്ല. സ്പീക്കറുടെ അനുമതി വേണ്ട എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് പോകാനാകും പോലീസ് ശ്രമിക്കുക. കാരണം പെൺകുട്ടി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. അതുകൊണ്ട് തന്നെ അതേ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് നടപടികളും പൂർത്തിയാക്കുന്നത്. അല്പസമയത്തിനകം ആ നടപടികൾ പൂർത്തിയാക്കും. ഏതായാലും വലിയ പ്രതിഷേധം രാഹുലിനെതിരെ ഉയരുകയാണ്. പാലക്കാട്ടടക്കം രാഹുലിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പരാതി ഉന്നയിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ പരാതി അപ്രതീക്ഷിതമായിട്ട് പൊടുന്നനെയാണെന്ന് വൈകിട്ട് നടത്തിയ നീക്കത്തിലൂടെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്നത്. ആ ഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് ഇട്ട ശേഷം പിന്നീട് സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സ്വാഭാവികമായും രാഹുൽ എവിടെ എന്ന് കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സൈബർ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ശ്രമം ഉണ്ടാകും. കാരണം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ പ്രതിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസിന്റെ നടപടി. ശരി. അനന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയാണ് പോലീസ്, പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. MLA ഇപ്പോൾ പാലക്കാടില്ല. കൂടെ പ്രവർത്തകരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്ന് വിവരമില്ല. പക്ഷേ പോലീസ് അന്വേഷണ സംഘം കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയമാണ് പാലക്കാട് MLA ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. DYFIയുടെയും BJPയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിക്കുന്നത്.